അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി കേട്ടോ. എന്താ പറയുക, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഏട്ടനെ കല്യാണം ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അവിടെ എന്താണ് കസിന് ഡ്രസ്സ് വേണമായിരുന്നു, അതുപോലെ ഉണ്ണിക്ക് ഡ്രസ്സ് അവിടെ നിന്ന് എടുക്കണ്ടേ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ഇടയിൽ പോയതാണ്. പിന്നെ അവർ കാണുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയതാട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ കുറുക്കുറെ കഴിച്ച് കൊണ്ട് വീഡിയോ കാണുമ്പോൾ തീയെ കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടേക്ക് കുറച്ച് സാധനം മേടിച്ചു കേട്ടോ. പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറുക്കുറെ മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. ഇടയിൽ കുട്ടി ഞങ്ങളെ കണ്ടിട്ട് ഓടി വരികയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ ഞങ്ങളുടെ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിഷയം ഭയങ്കരമായിട്ട് അവരെ എല്ലാ കാര്യം അവൻ കണ്ടറിഞ്ഞു. ഞങ്ങളെ പോലെ ഒന്നല്ല, അവൻ എന്താ പറയുക, ഇപ്പോൾ മാമയ്ക്ക് പീരിയഡ്സ് ആണെങ്കിൽ പോലും അവൻ എന്തായാലും അവൻ എന്താ പറയുക, മാമയെ കൊണ്ട് ഒന്നും ചെയ്യാൻ ശ്രമിക്കില്ല. അവൻ ചെയ്യും. പക്ഷേ 7 വയസ്സുള്ള കുട്ടി എങ്ങനെ ഇത് കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല. അത് മാമൻ്റെ വീട്ടിൽ വന്നാൽ പോലും ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അവൻ എല്ലാ പണിയും എൻ്റെ അമ്മയുടെ നിന്ന് മേടിച്ചിട്ട് അവൻ അടിച്ചു വരിക. ഇതുപോലെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് പാത്രം അവിടെ വെച്ചോ, ഞാൻ നേരെയൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെയ്യുക. അതിൻ്റെ ഇടയിൽ ആദ്യം അമ്മയും പാടെ തെറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ വലിയമ്മയോട് കുട്ടി പോരുണ്ടോ എന്ന് അവൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ വേണ്ടി രണ്ടുപേരും പാടെ. പക്ഷെ രണ്ടുപേരും ഭയങ്കര കമ്പനിയാട്ടോ. അവിടെയും ചക്കരയാണ്. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പാപ്പൻ്റെയും ദിയയുടെയും മാമിയുടെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ മറന്നുപോയതാണ്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് സെഗ്മെന്റിൽ ഞങ്ങൾ മറന്നുപോയി. ആദ്യം വീഡിയോ മാത്രം എടുത്തു കേട്ടോ. കൂട്ടുകാർ ചെന്നപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അച്ഛന് ചെരുപ്പെടുക്കണം, അമ്മയ്ക്ക് ചെരുപ്പെടുക്കണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല ലേറ്റായിട്ട് വീട്ടിലെത്തിട്ടോ. ഡെലിവറി രണ്ടുപേരും അച്ഛനും വലിയ പാടെ പുറത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വെറുതെ ഇങ്ങനെ പേടിപ്പിച്ചത്. ഞാനൊക്കെ യൂട്യൂബിലിടും, റിലീസ് ശരിക്കും പോലെ ഇരുന്നിട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.